അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേക ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 25 ശനിയാഴ്ച. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ 73 പ്രതിപക്ഷ എംപിമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. 2026 മാർച്ച് 15 ശേഷം ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ 9 വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ് നൽകിയത്. രാജ്യസഭയിലെ ആം ആദ്മി പാർട്ടി എംപിമാരെ BJPയിൽ ലയിപ്പിച്ച് രാഘവ് ചന്ദ. 7 എംപിമാർ രാജിവെച്ച് BJPയിൽ ചേർന്നു. ആം ആദ്മിയിലെ സഞ്ജയ് സിംഗ് ഒഴികെയുള്ള രാജ്യസഭാംഗങ്ങൾ BJPയിലെത്തി. അശോക മിത്തൽ, സന്ദീപ് പഥക്, സ്വാതി മാലിവാൾ, ഹർഭജൻ സിംഗ്, രാജീന്ദർ ഗുപ്ത, വിക്രം സാനി എന്നിവരാണ് BJPയിൽ ചേർന്നതെന്ന് രാഘവ് ചന്ദ അവകാശപ്പെട്ടു. കൂറുമാറിയ രാഘവ് ചന്ദ ഉൾപ്പെടെയുള്ള 3 എംപിമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി രാജ്യസഭാ ചെയർമാന് കത്തു നൽകി. രണ്ടാം ഘട്ട ഇറാൻ US സമാധാന ചർച്ചകൾ നാളെ പാകിസ്ഥാനിൽ. ഇരു രാജ്യങ്ങളുടെയും ഉന്നതതല നയതന്ത്ര പ്രതിനിധി സംഘങ്ങൾ ഇന്ന് ഇസ്ലാമാബാദിലെത്തും. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ്, ജാരദ് കുഷ്നർ എന്നിവർ നയിക്കുന്ന US സംഘവും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് ചർച്ചകളിൽ പങ്കെടുക്കുക. ഇതേസമയം അമേരിക്ക 3 US വിമാനവാഹിനി കപ്പലുകളെ ഇറാൻ അരികിൽ എത്തിച്ചിട്ടുണ്ട്. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന വെടിക്കെട്ടു കരാറുകാരൻ സതീശൻ മുണ്ടത്തിക്കോട് മരിച്ചു. 46 വയസ്സായിരുന്നു. 13 വർഷമായി തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ട് കരാറുകാരനായിരുന്നു. പിതാവ് മണിപ്പാപ്പനെ സഹായിച്ചുകൊണ്ടാണ് സതീഷ് വെടിക്കെട്ട് രംഗത്തേക്ക് വന്നത്. ദുരന്തമുണ്ടായ പ്രദേശത്തു നിന്ന് ഒരു തലയോട്ടിയുടെ ഭാഗവും കൈപ്പത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. നാദാപുരം, വടകര മണ്ഡലങ്ങളിൽ BJP UDFന് വോട്ട് മറിച്ചെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് ഡീൽ നടന്നത്. BJPയിലുണ്ടായ അച്ചടക്ക നടപടികൾ ഇതിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു. UDF ഭരണത്തിലില്ലെന്നും UDFിലെ മുഖ്യമന്ത്രി തർക്കങ്ങൾ മെയ് 4 അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെടിക്കെട്ടും ആർഭാടങ്ങളുമില്ലാതെ നാളെ തൃശൂർ പൂരം. കുടമാറ്റം 15 മിനിറ്റായി ചുരുക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിയന്ത്രണങ്ങൾ. ഇതേസമയം ചമയ പ്രദർശനം അടക്കമുള്ള പൂരച്ചടങ്ങുകൾ ആരംഭിച്ചു. തലശ്ശേരിയിൽ സ്ട്രോങ് റൂം നിരീക്ഷിക്കുന്ന CCTV ക്യാമറയുടെ സ്റ്റോറേജ് തീർന്നതോടെ ഹാർഡ് ഡിസ്ക് മാറ്റി സ്ഥാപിച്ചു. തലശ്ശേരി, കൂത്തുപറമ്പ് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രം സൂക്ഷിച്ച ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലെ സ്ട്രോങ് റൂം നിരീക്ഷിക്കുന്ന CCTV ഫുട്ടേജുകൾ ശേഖരിക്കുന്ന ഹാർഡ് ഡിസ്കാണ് മാറ്റിയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അധ്യാപകർ മാനസികമായി പീഡിപ്പിക്കുന്നെന്ന് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പരാതി. അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ എന്നിവർക്കെതിരെയാണ് കോളേജ് പ്രിൻസിപ്പലിനും PG ഗ്രീവൻസ് സെല്ലിനും വിദ്യാർത്ഥികൾ പരാതി നൽകിയത്. കേരള ഹൈക്കോടതിയിൽ അഡീഷണൽ ജഡ്ജിയായി ഹൈക്കോടതി അഭിഭാഷക AK പ്രീതയെ നിയമിച്ചു. ഇടുക്കി പീരുമേട് സ്വദേശിയാണ്. അതേസമയം സുപ്രീം കോടതി സീനിയർ അഭിഭാഷക ലിസ് മാത്യുവിന്റെ നിയമനകാര്യം കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയാണെന്ന് അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ പേജിൽ പ്രത്യക്ഷപ്പെട്ടു. ആർക്കും എഡിറ്റ് ചെയ്യാവുന്ന വിക്കിപീഡിയയിൽ ആരോ വരുത്തിയ മാറ്റം വിവാദമായതോടെ അത് പേജിൽ നിന്ന് നീക്കം ചെയ്തു. സർവീസിലുള്ളപ്പോഴും തെറ്റു ചെയ്ത പോലീസുകാരെ പോടാ പുല്ലേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് മുൻ DGPയും BJP നേതാവുമായ ശ്രീലേഖ.
അന്നൊന്നും ഒരു അസോസിയേഷൻ നേതാവും തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. കസ്റ്റഡി മർദ്ദനത്തിൽ വിവാദത്തിലായ ഡിവൈഎസ്പി മധു ബാബുവിന് സ്ഥാനക്കയറ്റ ശുപാർശ. SP ആയി സ്ഥാനക്കയറ്റം നൽകാൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രമോഷൻ കൗൺസിൽ അംഗീകാരം നൽകിയത് വിവാദമായി. സംസ്ഥാനത്ത് ചൂട് വർദ്ധിക്കവേ ഉഷ്ണതരംഗ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. ഇന്നു 11 മണിക്ക് ഓൺലൈനായാണ് യോഗം. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും. പാമ്പുകൾ തണുപ്പ് തേടി വീടുകളിലേക്കും ജനവാസ മേഖലകളിലേക്കും എത്താൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ്. 3 പേർ പാമ്പുകടിയേറ്റ് മരിച്ച പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. പാമ്പുകടിയേറ്റാൽ കനിവ് 108 ആംബുലൻസ് വഴി ആന്റി സ്നേക്ക് വെനം ഉള്ള ആശുപത്രികളിൽ കൃത്യമായി എത്തിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. പാമ്പുകടിയേറ്റ് വരുന്നവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മേയറുടെ യോഗ്യത തീരുമാനിക്കേണ്ടത് ജനമാണെന്നും മന്ത്രി വി ശിവൻകുട്ടിയല്ലെന്നും തിരുവനന്തപുരം മേയർ VV രാജേഷ്. ബംഗാളിലും ത്രിപുരയിലും ചിലർക്ക് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. യോഗ ചെയ്താൽ ഈ പ്രശ്നം മാറും. 2030 കാവിലെ പാട്ട് മത്സരത്തിൽ ഇനി കാണാം. തൽക്കാലം ശിവൻകുട്ടി ജനവിധി മാനിക്കണമെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് കൊല്ലം തൃശൂർ റൂട്ടിൽ പ്രത്യേക മെമു ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചു. നാളെയാണ് ഈ സർവീസുകൾ. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ അനുമതിയില്ലാതെ കോസ്റ്റ് ഗാർഡ് ഹെലികോപ്റ്റർ പറന്ന സംഭവത്തിൽ സുരക്ഷാ പ്രശ്നമില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. കോപ്റ്റർ പറന്നപ്പോൾ തന്നെ വിവരം ലഭിച്ചെന്നും സാങ്കേതിക പ്രശ്നം കോസ്റ്റ് ഗാർഡ് വിളിച്ചറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടത്തുന്ന പരിശീലനങ്ങൾ രാവിലെ 10:30 അവസാനിപ്പിക്കണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. കനത്ത ചൂട് കണക്കിലെടുത്ത് കുട്ടികൾക്ക് സ്കൂൾ യൂണിഫോം ധരിക്കുന്നതിൽ താൽക്കാലിക ഇളവ് നൽകി സൗകര്യപ്രദമായ വസ്ത്രം ധരിക്കാനും അനുവദിക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. വേനൽക്കാലത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ്. ശുദ്ധമല്ലാത്ത വെള്ളത്തിലൂടെ പകരുന്ന ഈ രോഗം വന്നാൽ മരണസാധ്യതയുള്ളതിനാൽ ഉടൻ ചികിത്സ തേടണമെന്നും നിർദ്ദേശം. കിഴക്കമ്പലം പഴങ്ങനാട്ടെ ജംഗിൾ പാർക്കിൽ 5 വയസ്സുകാരനായ മുഹമ്മദ് ആദം മുങ്ങിമരിച്ച സംഭവത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി T അജിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. ലൈസൻസ് ഉൾപ്പെടെയുള്ള നിർബന്ധിത നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് പാർക്ക് പ്രവർത്തിക്കാൻ അനുമതി നൽകിയതെന്ന് ഭരണസമിതി ആരോപിച്ചു. കണ്ണൂർ കേളകത്ത് അമ്മയെ ലഹരിമരുന്നിനടിമയായ മകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കണിച്ചാൽ കൊളക്കാട് താന്നിക്കുന്നിലെ ഗീതമ്മയാണ് കൊല്ലപ്പെട്ടത്. മകൻ ക്രിസ്റ്റി കേളകം പോലീസിൽ കീഴടങ്ങി. കുട്ടനാട്ടിൽ പാമ്പുകടിയേറ്റ് വീട്ടമ്മ മരിച്ചു. വൈശംഭാഗം പുതുവന വീട്ടിൽ രഘുവിന്റെ ഭാര്യ ഇന്ദിരയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്കരികിലാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും ടാലന്റ്, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വൻ വിജയം നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് വിജയത്തിന്റെ സൂചനയാണെന്നും അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിന് 1 സീറ്റ് പോലും കിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു.
പശ്ചിമബംഗാളിലെ പ്രചാരണത്തിനിടെ ഹൂഗ്ലി നദിയിൽ തോണിസവാരി നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചിത്രങ്ങൾ പകർത്തിയ മോദി അവിടെ പ്രഭാത നടത്തത്തിനെത്തിയവരോടും തോണിക്കാരോടും സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഹൗറയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് റോഡ് ഷോ നടത്തിയ മോദി ബേലൂരിലെ ശ്രീരാമകൃഷ്ണ മഠം സന്ദർശിച്ചിരുന്നു. റഷ്യൻ സൈന്യത്തിൽ ചേർന്ന് യുക്രൈനെതിരെ യുദ്ധം ചെയ്ത 10 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. റഷ്യയിലേക്ക് പോയ തങ്ങളുടെ ബന്ധുക്കളെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ കുടുംബങ്ങൾ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സർക്കാർ ഇക്കാര്യം അറിയിച്ചത്. ഏജന്റുമാർ കബളിപ്പിച്ച് റഷ്യൻ സേനയിൽ എത്തിയവരുമുണ്ടെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വ്യക്തമാക്കി. പേടിഎം പേയ്മെന്റ് ബാങ്ക് ലിമിറ്റഡിന്റെ ബാങ്കിംഗ് ലൈസൻസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റദ്ദാക്കി. ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഉടനടി നിർത്തലാക്കാനാണ് RBI ഉത്തരവ്. രാഘവ് ചന്ദയടക്കമുള്ളവർ BJPയിൽ ചേർന്നത് ഓപ്പറേഷൻ ലോട്ടസ് ആണെന്നും പഞ്ചാബിലെ ജനങ്ങളെ BJP ചതിച്ചെന്നും ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാളും സഞ്ജയ് സിംഗും ആരോപിച്ചു. പഞ്ചാബ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഈ കൂറുമാറ്റം AAPയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ഡിപ്പാർട്ട്മെന്റായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചീറ്റ് നൽകുകയും കോൺഗ്രസ് അധ്യക്ഷന് നോട്ടീസ് അയക്കുകയും ചെയ്ത കമ്മീഷന്റെ വിവേചനത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആവശ്യപ്പെട്ട പണം തരാത്തതിനാലാണ് കൊന്നതെന്ന് ഡൽഹിയിൽ IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും വീട്ടുജോലിക്കാരനുമായ രാഹുൽ എന്ന 19കാരൻ. തെക്കുകിഴക്കൻ ഡൽഹിയിലെ കൈലാഷിലാണ് വീട്ടിൽ 22കാരിയായ എഞ്ചിനീയറിംഗ് ബിരുദധാരിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയത്. കുവൈറ്റിന്റെ വടക്കൻകര അതിർത്തി കേന്ദ്രങ്ങളിലെ 2ഇടങ്ങളിൽ ഡ്രോൺ ആക്രമണം. ഇറാഖിൽ നിന്നാണ് ഫൈബർ ഓപ്റ്റിക് വയർ നിയന്ത്രിത സ്ഫോടക ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റിൽ വിദേശത്തുള്ളവർക്ക് നൽകിയ എൻട്രി വിസകളുടെ കാലാവധി നീട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. സ്വകാര്യ തൊഴിൽ, ഗൃഹത്തൊഴിൽ, കുടുംബ വിസകൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള എൻട്രി വിസകൾക്കും ഈ തീരുമാനം ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ 4ാം ടെർമിനൽ വഴി കേരളം ഉൾപ്പെടെ 17 നഗരങ്ങളിലേക്ക് നാളെ വിമാന സർവീസുകൾ പുനരാരംഭിക്കും. ഇന്ത്യയുമായി പുതിയ രാഷ്ട്രീയ നയതന്ത്ര സൗഹൃദം സ്ഥാപിക്കാൻ ബംഗ്ലാദേശിലെ ഭരണകക്ഷിയായ BNP ഒന്നിച്ചു പോകണമെന്ന അഭ്യർത്ഥനയുമായി BNP ചെയർമാനും ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ താരിഖ് റഹ്മാൻ BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീന് കത്തയച്ചു. IPLൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 5 വിക്കറ്റ് ജയം. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് നിശ്ചിത ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 205 റൺസാണ് നേടിയത്. സായ് സുദർശന്റെ 58 പന്തിൽ നിന്നുള്ള സെഞ്ചുറിയാണ് ഗുജറാത്തിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്. മറുപടി ബാറ്റിംഗിൽ RCB 18.5 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 44 പന്തിൽ 81 റൺസ് എടുത്ത വിരാട് കോഹ്ലിയും 28 പന്തിൽ 55 റൺസ് എടുത്ത ദേവദത്ത് പടിക്കലുമാണ് ബാംഗ്ലൂരിന്റെ വിജയം അനായാസമാക്കിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.